ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ 70 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. GK സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് 70 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ ബാക്കി നമ്മൾ മെം എന്ന് പറയുന്ന മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ പറയുന്ന മെമ്മുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 30 ചോദ്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ 71ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്രയാണ്? അതായത് ഒരു ത്രികോണത്തിലെ കോണുകളാണ്, അത് 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്രയാണ് എന്നാണ്. ഇതിന്റെ ഉത്തരമായി വരുന്നത് 45, ഓപ്ഷൻ ഡി 45. നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഇത് 3 അങ്ങ് കൂട്ടുക. 5 + 3 + 4 എത്രയാണ്? 7 5 12. 12 എന്ന് കിട്ടും. നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ 180 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? നമുക്ക് 15 കിട്ടും. 180 ഡിവൈഡഡ് ബൈ 12 15 ആണ്. ഈ 15നോട് ഈ ഏറ്റവും ചെറിയ സംഖ്യ, അതായത് നമുക്ക് ഏറ്റവും ചെറിയ കോണാണ്, ആ ചെറിയ സംഖ്യ 3 എന്ത് ചെയ്യുക? ഗുണിക്കുക. 15 × 3 എത്രയാണ്? 45. 15 × 3 45. ഇതാണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. അതായത് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, ചെറിയ കോൺ കാണാൻ വന്നാൽ ആദ്യം എന്ത് ചെയ്യുക? ഇത് 3 തന്നിരിക്കുന്ന അംശബന്ധങ്ങൾ 3 കൂട്ടുക. കൂട്ടുമ്പോൾ 12 കിട്ടും. ആകെ ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. 180 ഡിവൈഡഡ് ബൈ കിട്ടിയ സംഖ്യ 12. അപ്പൊ നമുക്ക് ഒരു ആൻസർ, ഒരു ഉത്തരം കിട്ടും 15 എന്ന്. ആ 15നെ ഏതാണ് ഏറ്റവും ചെറിയ കോൺ കാണാനാണെങ്കിൽ ഏറ്റവും ചെറിയ കോണിന്റെ ഏറ്റവും ചെറിയ നമ്പർ 3 ആണ്. 3മായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 45 ആണ്. 13 × 3 45 കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത 72ാമത്തെ ചോദ്യം: Z = x + y യിൽ x എന്ന് പറയുന്നത് -10, y 3 ആയാൽ z എത്ര എന്നാണ്. ഓക്കെ, z എത്ര എന്നാണ്. അതായത് നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. z = x + y എന്നാണ്. അപ്പൊ z = x നമുക്ക് തന്നിട്ടുണ്ട്, -10 + 3 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ z എത്രയാണെന്നാണ്. -10ഉം -3ഉം ഗുണിച്ചാൽ എത്രയാണ്? പിന്നെ കൂട്ടിയാൽ എത്രയാണ്? -7 ആണ്. -7. ഉത്തരം ഓപ്ഷൻ ബി -7 ആണ് നമുക്ക് കിട്ടുന്നത്. 73ാമത്തെ ചോദ്യം: കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്. ഇത് നമുക്ക് 2 രീതിയിൽ നോക്കാം. അതായത് ഒന്ന് 12, 48, 24, 16 ആണ്. ഇതിൽ 12ന്റെ ഗുണിതങ്ങളാണ് 12ഉം 48ഉം 24ഉം. 16 അല്ല. അതുപോലെ തന്നെ 3ന്റെ ഗുണിതങ്ങളാണ് 12, 48, 24, 16 അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഡി 16 ആണ് നമുക്ക് എന്താണ് ഇവിടെ ഉത്തരമായിട്ട് കിട്ടുക. അടുത്ത 74. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? ഇവിടെ മാധ്യം എന്ന് കേട്ടിട്ട് പലരും ചിലപ്പോൾ അറിയാത്ത ആളുകൾ ഞെട്ടിക്കാണും. മാധ്യം എന്ന് പറഞ്ഞാൽ ശരാശരി എന്നാണ് അർത്ഥം. എന്താണ് ശരാശരി? മാധ്യം എന്ന് പറഞ്ഞാൽ ശരാശരി എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര എന്നാണ്. അപ്പൊ അതിന്റെ ശരാശരി കാണാൻ നമുക്കറിയാം. ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ ആദ്യത്തെ സംഖ്യ നമുക്കറിയാം. 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളുടെ 6 ആണ്. 6 പ്ലസ് 6ന്റെ ആദ്യത്തെ 6 × 1 6 ആണെങ്കിൽ 6 × 6 എത്രയാണ്? 36 ആയിരിക്കും. അപ്പൊ 36 ആയിരിക്കും 6ാമത്തെ 6 ഗുണിതങ്ങളുടെ സംഖ്യ. അപ്പൊ 6 + 6 36 ഡിവൈഡ് ബൈ 2. അപ്പൊ നമുക്ക് എത്രയാണ്? 42/2 എന്ന് കിട്ടും. 42/2 ശരിക്കും 21 ആണ് ഇവിടെ ഉത്തരം. പക്ഷെ PSCയുടെ ഫൈനൽ കീ പ്രകാരം 19 ആണ് ഉത്തരമായി കൊടുത്തിരിക്കുന്നത്. എത്രയാണ്? 19. അടുത്തത് 75ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും എന്നാണ്. ആ സമചതുരത്തിന്റെ വശം. ഇവിടെ നമുക്കറിയാം ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ എങ്ങനെയാണ് നമ്മൾ കാണുക? 2 × l + b ആണ്. 2 × l + b ആണ് ചതുരത്തിന്റെ ചുറ്റളവ്. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനോ 4a ആണ്. 4a ആണ് സമചതുരത്തിന്റെ ചുറ്റളവ്. അപ്പൊ ഇത് തുല്യമായാൽ, ഇത് രണ്ടും തുല്യമായാൽ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? അതായത് 2
എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4a എന്നാണ്. അതായത് നമുക്ക് 2 ഇൻറ്റു എൽ പ്ലസ് ബി നമുക്കറിയാം 40 പ്ലസ് 30 ആണ്. 30 ഈസ് ഈക്വൽ ടു 4a എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 40ഉം 30 70 70 ഇൻറ്റു 2 140. 140 ഈസ് ഈക്വൽ ടു 4a എന്ന് കിട്ടും. അപ്പൊ a കാണാൻ a ഈസ് ഈക്വൽ ടു 140/4. 140/4 നമുക്ക് എത്രയാണ് 35 കിട്ടും. എത്രയാണ് 35 കിട്ടുമെന്ന് മനസ്സിലാക്കുക. 35 ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക. അടുത്ത 76ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4ാമതും പിന്നിൽ നിന്ന് 20ാമതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നാണ്. നമുക്കറിയാം, അതായത് ഒരാൾ തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആണെങ്കിൽ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര അരുൺ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആണെങ്കിൽ ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 എന്ന ഒരു ഇക്വേഷനാണ്. അതായത് മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് അല്ലെങ്കിൽ ഇടത്തു നിന്നും വലതു നിന്നും എന്ന രീതിയിൽ ഇവിടെ മുന്നിൽ നിന്ന് 4ാമത് പ്ലസ് പിന്നിൽ നിന്ന് 20ാമത് -1. അപ്പോ 24 -1 23 എന്ന ഉത്തരം നമുക്ക് കിട്ടും. എത്രയാണ് 23 എന്ന ഉത്തരം നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം 77 നോക്കാം. 77 18 - 6 ഹരിക്കണം 3 × 4 എത്രയാണെന്നാണ്. നമുക്ക് ആദ്യം ബോട്ട് മാസ് ഉപയോഗിച്ച് ആദ്യം ഹരണമാണ്, അതാ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ആണ് ആദ്യം. അപ്പൊ 18 - 6 ഹരിക്കണം 3 2 കിട്ടും. 2 × 4. അപ്പൊ 18 - 8 18 8 പോയാൽ 10. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ എ 10 എന്ന ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അടുത്ത 78ാമത്തെ ചോദ്യം -2 / 3 all raised to cube into 3 / 5 all raised to square is equal to എത്രയാണെന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിനെ മാറ്റി എഴുതുമ്പോൾ ഇവിടെ ഓഡ് നമ്പർ ആയതുകൊണ്ട് എപ്പോഴും മൈനസ് തന്നെ ആദ്യം വരും. ഈവൻ ആണെങ്കിൽ പോസിറ്റീവ് മൈനസ് വരും. അപ്പോ മൈനസ് എന്തായാലും വരും. പിന്നെ 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം 8 ആണ്. 8 ഡിവൈഡഡ് ബൈ 3ന്റെ ക്യൂബ് നമുക്ക് 27 ഇൻറ്റു 3ന്റെ സ്ക്വയർ 9 5ന്റെ സ്ക്വയർ 25 എന്നിങ്ങനെ കിട്ടും. ഇതിൽ നമുക്ക് ഈ 9നെ 27 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 3 9 27. പിന്നെ ഒന്നും പോകാനില്ല. അപ്പൊ -8 ഡിവൈഡഡ് ബൈ 25 × 3 75. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് ഉത്തരം കിട്ടുക. -8 ഡിവൈഡഡ് ബൈ 75 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. അടുത്തത് 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ് എന്നതാണ്. നമുക്ക് നോക്കാം, ഇവിടെ ചെയ്യാം. 72.29 മൈനസ് 53.6 എന്ന് പറയുമ്പോൾ 6 0. ഓക്കെ, അപ്പോ 9 എടുത്ത് എഴുതൂ. 12 6 തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ 11 ആയിരിക്കും. 8 ഇവിടെ 1 18.69. ഓപ്ഷൻ ബി ഉത്തരം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ കിട്ടും. അടുത്ത 80ാമത്തെ ചോദ്യം 1 2 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാമത്തെ പദം എത്രയാണ്? 1 2 3 4 നമുക്ക് 1 2 4 ഇങ്ങനെ 8 എന്നിങ്ങനെ അങ്ങ് പോകും. 2 വെച്ചിട്ടാണ്. അതായത് 2 2 2 × 2 4 4 × 2 8 8 × 2 16 16 × 2 32 36 × 2 64 എന്നിങ്ങനെ പോകും. അതായത് ഓരോന്നും 2ന്റെ ഗുണിതമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് ചെയ്യാനുള്ള ഒരു സൂത്രവാക്യമാണ് a × r⁻n−1 ആണ്. a × r⁻n−1. ഇവിടെ a എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. a 1ഉം r എന്ന് പറയുന്നത് ഏതാണ്? 6 ഈ ഒരു നമ്മുടെ ഗ്യാപ്പ് 2 അതാണ് ആ 2. പിന്നെ n എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ പദം. എത്ര 10ാം പദമാണ് എത്രയാണെന്ന് ചോദിക്കും. അതാണ് n. അപ്പൊ a × r⁻n−1 എന്ന് പറയുമ്പോൾ 1 × 2⁻n−1 അതായത് 10 -1 കിട്ടും. അതായത് 1 × 2⁹ ആണ് ഇവിടെ. അതായത് നോക്കുമ്പോൾ 2⁹ കിട്ടും. 2⁹ എത്രയാണ്? 2⁹ എന്ന് പറയുന്നത് 512 ആണ്. എത്രയാണ്? 512. ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടും. ഇതാ അടുത്തത് ഇങ്ങനെ നോക്കൂ. ഇവിടെ 1 2 3 4 5 6 ആയി. പിന്നെ 7 8 9 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഉത്തരം കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരങ്ങൾ ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് കടക്കുകയാണ്. ഇംഗ്ലീഷ് ആണ് അടുത്തത്. 81ാമത്തെ ചോദ്യം മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഈവ്സ്ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഫൈൻഡ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് ക്ലോസസ്റ്റ്
ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻ വേർഡ്. ഇതുമായി ക്ലോസസ്റ്റ് മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ എന്നാണ്. ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ, അതാണ് ഈവ്സ് ഡ്രോപ്പ് എന്നുകൊണ്ട് പറയുന്നത്. അടുത്തത് 82ാമത്തത്, ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്. ചൂസ് ദ സ്യൂട്ടബിൾ റിലേറ്റീവ് പ്രോനൗൺ ആണ്. അപ്പൊ ഇവിടെ അതായത് ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ഹു ട്രാവൽഡ് യെസ്റ്റർഡേ എന്നാണ് വരിക. ഏതാണ് റിലേറ്റീവ് പ്രൊനൗൺ വരുന്നത്? അവിടെ ഹു ആണ് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് വരുന്നത്. ഹു ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ് എന്നാണ് വരുന്നത്. അത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 83, മാർട്ടിൻ ate the dash amount of shawarma at the party preferring to snacks on vegetables. Choose the superlative form of the adjective from the options. തന്നിരിക്കുന്ന adjective superlative form കണ്ടെത്തുക. അപ്പൊ ഇതിൽ മാർട്ടിൻ ate the dash amount of shawarma at the party എന്നാണ്. at the party ഇവിടെ least ആണ് superlative എന്താണ് ഫോം വരുന്നത്, ലീസ്റ്റ്. അപ്പൊ ലീസ്റ്റ് ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത 84, pursuing a graduate degree from a reputable institution these days can cost an arm and a leg എന്നാണ്. അതായത് ഇതൊരു ഇഡിയമാണ്. ഈ ഇഡിയമിന്റെ മീനിങ് ആണ് an arm and a leg എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസീവ് എന്നാണ് അർത്ഥം. 84 സി ആണ് ഉത്തരം. എക്സ്പെൻസീവ് എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. മറ്റൊന്ന് 85, which one of the following words is an example of a compound word consisting of a verb plus adverb pattern? verb plus adverb pattern ഉള്ള കോമ്പൗണ്ട് വേർഡ് ആണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ ഉത്തരം ബ്രേക്ക് ത്രൂ. ബ്രേക്ക് ത്രൂ എന്നാണ് verb plus adverb ആയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 86, ഡാഷ് the dash of the royal family still preserve their tradition and cultural heritage. പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ആണ്. ഇവിടുത്തെ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഏതാണെന്നാണ്. ഇത് ഓപ്ഷൻ ബി ആണ്. DESCENDANTS ആണ് വരുന്നത്. ഓക്കെ, കൃത്യമായി നോക്കുക. ഇവിടെ ഇയും ഇവിടെ എയുടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മാറാതെ നോക്കുക. ഇവിടെയാണെങ്കിൽ സിയും എസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 87, ദിസ് ക്ലോത്ത് യൂസ്ഡ് ടു fade when washed. This cloth used to fade when washed dash. Use the most suitable question tag. ഇവിടെ question tag ആണ്. The cloth used to fade. ഇത് നമുക്ക് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. Didn't it എന്നാണ് വരിക. Didn't it. അടുത്ത 88, close the window. ചേഞ്ച് ഇൻറ്റു പാസീവ് വോയിസ് ആണ്. അതായത് ക്ലോസ് ദ വിൻഡോ എന്നത് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതായത് ക്ലോസ് ദ വിൻഡോ. അപ്പൊ ലെറ്റ് ആയിരിക്കും എന്ന് പറയാം. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് എന്നാണ് വരുന്നത്. 89 നോക്കിയാൽ ദ പ്രിൻസിപ്പൽ ഓർഡേർഡ് എ ഡാഷ് ഓഫ് പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ്സ്. Fill in the blank using the most suitable collective noun from the options given. അതായത് the principal ordered a dash of paper to print the students hall ticket. ഇവിടെ എന്താണ്? പേപ്പറിന്റെ കളക്റ്റീവ് നൗൺ ആയിട്ട് എന്താണ് വരുന്നത്? പേപ്പറിന്റെ കളക്റ്റീവ് നൗൺ ആയിട്ട് എന്താണ് ഇവിടെ വരിക? ഇവിടെ റീം ആണ്. റീം ഓഫ് പേപ്പർ എന്നാണ് വരിക. റീം ഓഫ് പേപ്പർ. ഓക്കെ, 89 സി ആണ് ഉത്തരം. അടുത്തത് 90ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ദ മാനേജർ ആസ്ക്ഡ് രാജി. Why didn't you come to the office yesterday? The manager asked Reggie dash. എന്താണ്? Complete the reported speech ആണ്. ഇതിന്റെ ഉത്തരമായി വരുന്നത് why she hadn't come to the office the previous day എന്നാണ്. Why she hadn't come to the office the previous day. ഓക്കെ, 90ാമത്തത്. അടുത്ത നമ്മൾ മലയാളത്തിലേക്ക് കിടക്കാണ്. 91ാമത്തെ ചോദ്യം മുതലാണ് മലയാളം വരുന്നത്. ഇവിടെ നോക്കുക നിങ്ങൾ. വിൺതലം. അപ്പൊ ഈക്വൽ ടു വിൺ പ്ലസ് തലം, വിണ്ടലം. സന്ധി ഏതാണെന്നാണ്. ഇത് ആദേശ സന്ധിയാണ്. അതായത് ഒന്ന് വന്നൊന്ന് പോകുന്നതാണ് ആദേശ സന്ധി ആയിരിക്കും. ഒന്ന് വന്നേരി ഒന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് ആദേശ സന്ധി. അപ്പൊ വിൺ ടാ എന്താണ്? ഇവിടെ ടാ വന്നു. ടാ പോയി ടാ വന്നു. അതാണ് വിണ്ടലം. ഓക്കെ, അടുത്തത് ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം. ക്ലീബം എന്ന് പറയുമ്പോൾ ബീരുത്വം അങ്ങനെ രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നപുംസകത്തിലാണ് പെടുത്തുന്നത്. നപുംസകമാണ്. ക്ലീബം എന്ന് പറഞ്ഞാൽ നപുംസകമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സാമുദ്രമുണ്ട്, വസിരമുണ്ട്, അക്ഷീപമുണ്ട്, മഞ്ഞുണ്ട്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് മഞ്ഞാണ്. ബാക്കി സാമുദ്രം, അക്ഷീപം, വസിരം എന്നത് ഉപ്പിന്റെ പര്യായമാണ്. ഉപ്പ് എന്നതിന്റെ പര്യായമാണ് സാമുദ്രം, വസിരം, അക്ഷീപം എന്നിങ്ങനെ പറയുന്നത്. അത് മനസ്സിലാക്കുക.
94-ാമത്തെ ചോദ്യം, ശരിയല്ലാത്ത വിപരീത രൂപം ഏതാണ്? ഇതിൽ ശരിയല്ലാത്ത വിപരീത രൂപം എന്ന് പറയുന്നത് ഉപചയം അപചയമാണ്. അതായത് ചയം ഇൻറ്റു അപചയം കറക്റ്റ് ആണ്. ഓക്കെ, എന്നാൽ ജയമാണ്, ജയമല്ല എന്ന് മനസ്സിലായി. ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. അനിയം അമരമാണ്, വൃഷ്ടി സമഷ്ടിയാണ്, ആദാനം പ്രധാനമാണ്. ഉപചയം അപചയം. ഓക്കെ, അടുത്തത് 95, ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്. ചുട്ടെഴുത്തുകൾ ആ ഇ എ, അതായത് ചൂണ്ടെഴുത്ത്, ചൂണ്ടുന്നതിനാണ് ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത്. ചൂണ്ടെഴുത്ത്. ഓക്കെ, ചുട്ടെഴുത്തുകൾ. അടുത്തത്, ചതിയില്ലാത്തിടത്ത് കത്തി വയ്ക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ചതിയില്ലാത്തിടത്ത് കത്തി വയ്ക്കരുത്, അതായത് ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് എന്നാണ് അർത്ഥം. ചതിയില്ലാത്തിടത്ത് കത്തി വയ്ക്കരുത്, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. അടുത്തത് 97-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? ഇതെല്ലാവർക്കും ഉത്തരം കിട്ടുന്നതാണ്. ഓപ്ഷൻ സി കവിയാണ്. കവിയത്രിയല്ല, കവയത്രിയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അതാണ്. 98-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദമാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അത് പിപഠിഷു ആണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപഠിഷു. ഓക്കെ, അടുത്ത 99-ാമത്തെ ചോദ്യം എങ്ങനെയാണ്, സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. അതായത് സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. അപ്പൊ അത് എന്താണ് എന്നാണ്. 99 സലിംഗ ബഹുവചനമാണ്. സലിംഗ ബഹുവചനം, അതായത് സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. ഏതാണ്? സലിംഗ ബഹുവചനം. 100-ാമത്തെ ചോദ്യം എങ്ങനെയാണ്, കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. ഏതാണ്? ആ കടങ്കഥ എന്ന കടങ്കഥയുടെ ഉത്തരം അത് തെങ്ങാണ്. തെങ്ങാണ്. അതായത് നമുക്ക് തേങ്ങയുടെ രീതിയിലാണ് പറയുന്നത്. കാലുകൊണ്ട് വെള്ളം കുടിക്കുന്നു, അതുപോലെ തല കൊണ്ട് എന്താണ് മുട്ടയിട്ടു എന്നാണ്. അത് തെങ്ങാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുമായി വന്ന ഒരു ചോദ്യപേപ്പർ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ചോദ്യപേപ്പർ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന ചോദ്യപേപ്പറുകളിൽ ഒന്ന് തന്നെയാണ് ഇത്. അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത നമുക്ക് ഓഫീസ് അറ്റൻഡന്റുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ, അതിനുശേഷം മറ്റു ചോദ്യപേപ്പർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. കൂടാതെ 70 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഡീറ്റെയിൽ SCRT ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ കോഫി വിത്ത് പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ആകുന്നുണ്ട്. അതിൽ ഓരോ 5 ചോദ്യങ്ങളും അതിന്റെ ഏറ്റവും മനോഹരമായ വിശദീകരണങ്ങളും ഉൾപ്പെടെയാണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. കൃത്യമായി തന്നെ അത് പിന്തുടരുക, കൃത്യമായി ഫോളോ ചെയ്യുക. വരാൻ വേണ്ടി പോകുന്ന എല്ലാ പരീക്ഷകളിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.